പണ്ടൊക്കെ 10ാം ക്ലാസ് വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും എന്തെങ്കിലും ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യും. ചിലർ തയ്ക്കാൻ പോവും, അതുപോലെ ചിലർ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനും പെയിൻറ്റിങ് പഠിക്കാനൊക്കെ ചേരും. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തയ്യൽ പഠിക്കണമെന്നായിരുന്നു. പക്ഷേ ആ ഒരു മോഹം കൊണ്ട് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും എന്നെ ആട്ടി ഓടിക്കുമായിരുന്നു. എന്നെ മാത്രമല്ല, എൻ്റെ കസിനെ. ഡിഗ്രി സെയിം ബ്രേക്കൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഈ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചു. പക്ഷേ എന്നാലും എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല, അവളുടെ വീട്ടിൽ സമ്മതിച്ചു. പക്ഷേ അവളെ വിടണമെങ്കിൽ എന്നെ വിടണമെന്നുള്ള വാശിയിൽ ഞാനങ്ങനെ കടുംപിടുത്തം നിന്നപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ആ സെം ബ്രേക്കിന് തയ്യൽ ജസ്റ്റ് പഠിച്ചു. പിന്നെ PG ജോയിൻ ചെയ്തു. രണ്ടുപേരും ഒരുമിച്ച് PG കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു 3 വർഷം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ എൻ്റെ കസിനും ടീച്ചറായിട്ട് തന്നെ 2 വർഷം ആളും വർക്ക് ചെയ്തു. ടീച്ചിങ് ജോബെന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖം തന്നെ. പക്ഷേ എന്നാലും എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും പ്രത്യേക സാഹചര്യങ്ങളിൽ ജോലി റിസൈൻ ചെയ്തു. ഇനി എന്ത്? അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉള്ളിലൊരു കഴിവുണ്ടല്ലോ, അത് നമുക്കങ്ങോട്ട് പ്രൊഫഷനാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് എനിക്ക് ഹേസൽ സ്റ്റുഡിയോ എന്നുള്ള പേജും അതുപോലെ ആൾക്ക് ടൈലർ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജും തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ 2 പേരും പോകുന്നുണ്ടെങ്കിലും ഒരു ചോദ്യം മാത്രം ബാക്കി: ഇതിനാണോ നിങ്ങൾ ഇത്രയും PG വരെ പഠിച്ചേ? കഷ്ടം.